ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിയയുടെ സൊറണ്ടോ ആണ്. നമ്മുടെ സർവീസ് അഡ്വൈസർ പുതുതായിട്ട് മേടിച്ചിരിക്കുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ റൂഫിൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് ആയിട്ടാണ് നമ്മളതിലിപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബൾബ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് 2 ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് എങ്ങനെ സിമ്പിളായിട്ട് ഇതിൻ്റെ ബൾബ് മാറാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ചില സമയത്ത് ഇതിൻ്റെ പ്ലാസ്റ്റിക് ടൂൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് അഴിക്കാൻ സാധിക്കത്തില്ല. പ്ലാസ്റ്റിക് ടൂൾ ബെൻഡായിട്ടൊക്കെ പോകും. അപ്പോൾ ഞാനൊരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള ഒരു സാധനം കൊണ്ടാണ് ഞാനിപ്പോൾ അഴിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിലേക്കൂടെ ലൈറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ ഒരു സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ടൂൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കവർ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇട്ട പൊസിഷനിൽ തന്നെ ഇടണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ബൾബ് ഡാമേജ് ആയിട്ടാണുള്ളത്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ബൾബ് എന്ന് പറയുന്നത് 12 വോൾട്ടിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, 12 വോൾട്ടിൻ്റെ ബൾബ് തന്നെ ഇടണം. കാരണം ഇതേപോലെയുള്ള ബൾബ് നമുക്ക് 24-ൻ്റെയൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആരും തന്നെ 24 ഒന്നും ഇടാൻ പാടില്ല. ഇതിൻ്റെ സ്വിച്ച് ഇപ്പം കണ്ടല്ലോ, ഇവിടെ തന്നെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ബൾബ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ബൾബ് 12 വോൾട്ടിൻ്റെ തന്നെ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഇടാൻ. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ബൾബ് മാറുന്നുണ്ട്. ഇപ്പോൾ ബൾബ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്വിച്ച് അവിടെ തന്നെ ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടല്ലോ, അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ബൾബ് മാറുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേമാതിരി കവർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ആകെ ആ 2 ലോക്ക് വരുന്നത് ആദ്യം ഇട്ടതിന് ശേഷം ബാക്കി പിന്നെ പ്രസ് ചെയ്യണം. വേണ്ടല്ലോ, ഇത്രയുള്ള കാര്യം, വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഈ വാഹനത്തിലെ എഞ്ചിനെ കുറിച്ച് പറയുകയാണ്. നല്ലൊരു പവർഫുൾ V6 എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. GDI എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.